എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. അച്ചൂസും ഞാനും ഞങ്ങൾ ഒരു 4 മണിക്ക് ശേഷം കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടണ്ട, അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോയാണ് ഇന്ന്. പിന്നെ നാളത്തെ നമ്മുടെ വീഡിയോ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു വീഡിയോയാണ്. അതെന്താണെന്നുള്ള സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല. അപ്പോൾ നാളത്തെ വീഡിയോ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ പോവുകയാണ് നാളത്തെ ദിവസം. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും നാളെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം എന്തായാലും. അപ്പോൾ നമുക്ക് വൈകിട്ടൊന്ന് കടയിലൊന്ന് പോകണം കേട്ടോ. നാളത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ടൊന്ന് കടയിൽ പോകണം. ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തേക്കടെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ, അമ്മയോ ശ്രീയോ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഒരു 4 മണിക്ക് ശേഷം ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ തേരാപ്പാര നടപ്പായിരിക്കും. അച്ചൂസ് പിന്നെ അകത്തിരിക്കില്ല. പിള്ളേരിങ്ങനെ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവനിങ്ങനെ എൻ്റെ ഇടയിൽ കയറിയിരിക്കും. അപ്പം കുട്ടികൾ ഞാൻ ക്യാമറ വെച്ചേക്കുന്നത് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ ഓടി വന്ന് എൻ്റെ ചുറ്റും സൈക്കിൾ ചവിട്ടുന്നുണ്ടായിരുന്നു. അവർക്ക് ക്യാമറയും ലൈറ്റും സ്റ്റാൻഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഓടി വന്ന് അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ അപ്പൂസ് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണി ടൈമിലാണ് അവൻ അകത്ത് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ആ സമയം ഇങ്ങനെ നടക്കും. ബാക്കി പകൽ ഫുൾ ഞങ്ങൾ റൂമിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും, ഇങ്ങനെ ഇരിക്കും, ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണും, അങ്ങനെ കളിച്ച് ചിരിച്ച് ഞങ്ങൾ ഉറങ്ങി അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കും. പിന്നെ വൈകിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തോന്നില്ല, അങ്ങനെ കറങ്ങി അടിച്ച് നടക്കും. അപ്പം ഡ്രസ്സ് നമ്മൾ 2 ട്രിപ്പ്, ഇപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് അലക്കി ഉണക്കിയെടുത്ത് വെച്ചു, അത് കഴിഞ്ഞ് വിരിച്ചതാണിത്. അപ്പോൾ അത് പകുതി ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയതൊക്കെ ഞാൻ ഒരു ദിവസം കൂടി എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് നാളെ ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഡ്രസ്സൊക്കെ എല്ലാം സെറ്റാക്കിയൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ എല്ലാം കൂടി ഒരുപാട് ലോഡാവും. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം നേരത്തെ തന്നെ അടുക്കി ഒതുക്കിയൊക്കെ വെച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ കഴുകാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന മുല്ലയാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. നേരത്തെ താമസിച്ചിരുന്ന ജഷി ചേച്ചിയൊക്കെ നട്ട് പിടിപ്പിച്ച മുല്ലയാണ്. അപ്പോൾ ആ മുല്ലയിൽ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു സെറ്റ് നമ്മുടെ ജാനുക്കുട്ടി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ജാനുക്കുട്ടി തലയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വൈറലായ ആമ്പലാണ്. ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ 16Kയുടെ മുകളിലൊക്കെ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമ്പലിന്. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവാണ്. നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് മൂത്തിട്ടില്ല. എല്ലാം കുഞ്ഞു ചക്കകളാണ്. ചിലതൊക്കെ കൊഴിഞ്ഞ് ചാടി പോകുന്നുണ്ട്. അതിൻ്റെ തുഞ്ചത്തൊക്കെ നിറച്ച് ചക്കകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല കുഞ്ഞു ചക്കകളാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട്. ഫസ്റ്റ് ടൈമാണ് ഈ ചക്ക എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. കൂഴയാണോ വരിക്കയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് പഴുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ താഴെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് കനാലിൽ വെള്ളമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞാലായിരിക്കും കനാലിൽ വെള്ളം വരുന്നത്. അപ്പം നമ്മൾ ഗ്യാസ് എടുത്ത് മുറ്റത്ത് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളുടെ ആ ഭാഗങ്ങളിലേക്കൊക്കെ ഗ്യാസൊക്കെ കിട്ടുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഗ്യാസ് തീരണേൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു 2-3 കുറ്റിയൊക്കെ ആയിട്ട് എല്ലാ വീട്ടുകാരും എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഗ്യാസ് ഈ വഴി വരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനും അച്ചൂസും കൂടി ഡ്രസ്സൊക്കെ ഉണങ്ങാത്തതൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നിന്നു. ഏകദേശം ഒരു 5:30 5:45 അമ്മ എത്താനായിട്ട്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ നടക്കണം. അത് കഴിഞ്ഞ് ഒരുപാട് പണികളുണ്ട് നമുക്ക് ബാക്കി. അതൊക്കെ രാത്രി തന്നെ സെറ്റാക്കി വെക്കണം. രാവിലെ വെളുപ്പിനെ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കി പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. പിന്നെ പുറത്തും കൂടി പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ പണിയൊക്കെ തീർത്ത് വെക്കണം. അപ്പോൾ അച്ചൂസ് അവർ കളിക്കുന്ന കാണുമ്പോഴത്തേക്കും താഴത്തോട്ട് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ നഴ്സറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പാർക്കിൽ വന്ന് കുറച്ച് നേരം പാർക്കിലൊക്കെ ഇരുന്നു. അവൻ ഈ ഊഞ്ഞാലയിലും അതിലൊക്കെ സ്ലൈഡിലൊക്കെ കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പിന്നെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന കണ്ടപ്പോൾ തന്നെ തൊട്ട് പുറകെ പിള്ളേർ ചുറ്റും പോന്നിട്ടുണ്ടായിരുന്നു കൂടെ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് ആടാനൊക്കെ തോന്നും. പക്ഷേ ഈ പ്രായത്തിൽ നമുക്കിതൊന്നും കയറിയിരുന്ന് ആടാൻ പറ്റത്തില്ല. ആടേണ്ട പ്രായത്തിൽ നമുക്കിതൊന്നും കയറാനും പറ്റിയിട്ടില്ല. അപ്പോൾ പണ്ടൊന്നും കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ അതിനോടൊന്നും താല്പര്യം തോന്നാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അച്ചൂസ് കുറച്ച് നേരമൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കും. അപ്പോൾ എനിക്കൊരു റിലീഫാണ്. ജാനുക്കുട്ടിയും അടുത്തുള്ള പിള്ളേരും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ക്യാമറയും ഫോണും ലൈറ്റും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും വീഡിയോ എടുക്കാനാണെന്ന്. അപ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റിനും കൂടിയിട്ടുണ്ട്. അച്ചൂസിന് ഈ സ്ലൈഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് മണ്ടയ്ക്ക് കയറി നിൽക്കാനാണ് അവന് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് പേടിയാണ്. അവൻ ഇച്ചിരി പിടപ്പായതുകൊണ്ട് പെട്ടെന്ന് താഴെ വീണാലോ എന്നൊക്കെ ടെൻഷൻ കാരണം ഞാനങ്ങനെ അധികം നിർത്താറില്ല. അത് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയും കളിച്ചു. കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നടന്നു. അച്ചൂസ് ഇപ്പോൾ നടന്നു തുടങ്ങി. അപ്പം കയ്യിലൊക്കെ പിടിച്ചിട്ട് കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും നമ്മുടെ അച്ചാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അച്ചൂസ് അച്ചാമ്മേനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കളിയും ചിരിയൊക്കെ കൂടുതലാണ്. അങ്ങനെ അച്ചാമ്മേനെ കണ്ട് ചാടി ആൾ കയ്യിലോട്ട് പോകാനായിട്ടുള്ള ഇതാണ് കിടന്ന് കാണിക്കുന്നത്. അങ്ങനെ ആൾ ചാടി ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. അച്ചാമ്മയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ പാല് വാങ്ങിച്ചു. ഇനി നമുക്ക് വേഗം ഒന്ന് ചായ ഉണ്ടാക്കണം, ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലെ പണികളും അടിക്കാനും തൂക്കാനും ഒക്കെ കിടക്കുകയാണ്. തുണി ഒത്തിരി ഇരിപ്പുണ്ട് മടക്കാൻ, അതൊക്കെ മടക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പണികളുണ്ട് നമുക്ക്. അപ്പോൾ വേഗം പോയി അതെല്ലാം തീർത്ത് കുളിച്ച് സെറ്റായിട്ട് ശ്രീ വരുമ്പോഴത്തേക്കും നമുക്ക്
നമുക്ക് പോകാനായിട്ട് റെഡി ആവണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി പാലൊക്കെ കാച്ചാൻ വെച്ചു. വേഗം തന്നെ ചായയൊക്കെ വെച്ചു. ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോയി ഒന്ന് കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. റെഡിയായി നമുക്ക് പോയിട്ട് വരാം കടയിൽ. അപ്പോൾ അങ്ങനെ കടയിലൊക്കെ പോയിട്ട് 9 മണിയായി നമ്മൾ തിരിച്ചെത്തിയപ്പം. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം കൂടി വാങ്ങിച്ചിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ കൊറിയർ വന്നത് നമ്മുടെ മൈക്കായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മൈക്കൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിക്കാം. നല്ല നല്ല വീഡിയോസൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ദാ മൈക്ക് ഇതെങ്ങനെയാണ് ഇതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഒത്തിരി വൈകിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ സമയം 10 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേഗം പോയി പണിയൊക്കെ തീർത്തിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. കുറച്ച് സമയം ഉറങ്ങാനുള്ളൂ. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.